ഹലോ ഫ്രണ്ട്സ്, ടെമ്പനീർ പോയിന്റ് ഉടനെ തന്നെ വരാൻ പോകുന്ന നല്ലൊരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചന്ദ്രവതയും വീട്ടിൽ ഒരു പുതിയ പ്രശ്നം ഉടലെടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, രേവതി അന്ന് ഊരിക്കൊടുത്ത ആ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സച്ചിയും രേവതിയും ചോദിക്കുന്ന സമയത്ത് അതെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് സ്വർണ്ണമല്ലായിരുന്നു, മുക്കുപണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ പിന്നില് ചന്ദ്രയും ശ്രുതിയും ഒക്കെ ആണെന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, തെളിയിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഒരുവിധ മാർഗങ്ങളൊക്കെ സച്ചിയും രേവതിയും അതുപോലെ ശ്രീകാന്തും വർഷയും കൂടിയൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അത് ഏത് വിധേനയും പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒറ്റ ലക്ഷ്യമായിട്ട് നമ്മുടെ സച്ചി ഇറങ്ങിത്തിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് സച്ചി ഒരു പദ്ധതിയും ആവിഷ്കരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, രേവതിയുടെ സ്വർണം മോഷ്ടിച്ചവരെ കണ്ടെത്താൻ വേണ്ടി സച്ചി ഒരു പൂജാരിയെ പോലെ വേഷം കെട്ടി വീട്ടിലൊരു നാടകമൊക്കെ കളിക്കുന്നു. ഒരു ജ്യോത്സ്യൻ തന്നതാണെന്ന് പറഞ്ഞ് മഞ്ഞത്തുണിയെ പൊതിഞ്ഞൊരു നാരങ്ങ കൊണ്ടുവന്നിട്ട് സ്വർണം മാറ്റിയ ആള് ഈ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടെന്നും ഈ നാരങ്ങ അവരെ കണ്ടെത്തുമെന്നും പറയുകയാണ്. ഇത് കേൾക്കുന്ന ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒക്കെ ആകെ ഭയമാവുന്നുണ്ട്. എന്നാൽ രേവതിക്കാണെങ്കിൽ സച്ചിയുടെ ഈ പ്രകടനത്തിൽ എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ തോന്നും. അങ്ങനെ സച്ചി തന്റെ നാടകം തുടരുകയാണ്. മോഷ്ടിച്ചയാളുടെ മുഖം 24 മണിക്കൂറിനുള്ളിൽ കോടി പോകുമെന്ന്, ഈ നാരങ്ങ അത് വെളിപ്പെടുത്തുമെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒക്കെ അങ്ങോട്ട് ഭയമാവുന്നുണ്ട്. അപ്പൊ ഇതിനെ പ്രതിരോധിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ചന്ദ്രമതി പൂജാമുറിയിൽ നാരങ്ങ വെക്കുന്നതൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേക്കും ചന്ദ്രമതിയോടുള്ള ആ ഒരു സംശയം എല്ലാവർക്കും കൂടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് സച്ചി രേവതിയോട് ആ സത്യം വെളിപ്പെടുത്തുന്നത്. താൻ ഒരു സ്വാമിയെയും കണ്ടിട്ടില്ലെന്നും സച്ചിദാനന്ദൻ എന്ന ആ സ്വാമി താൻ തന്നെയാണെന്നും കടയിൽ നിന്ന് വാങ്ങിയ സാധാരണ നാരങ്ങയാണിതെന്നും കള്ളനെ പിടിക്കാനുള്ള വെറും ഒരു നാടകമായിരുന്നു ഇതെല്ലാം എന്നും സച്ചി സമ്മതിക്കുന്നുണ്ട് രേവതിയുടെ മുമ്പിൽ. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ശ്രുതിക്കും ചന്ദ്രയ്ക്കും ഒക്കെ ഈ മന്ത്രവും കൂടോത്രത്തിലും ഒക്കെ നല്ല വിശ്വാസമാണ്, ഭയങ്കര പേടിയാണ്. അപ്പോ ആ ഒരു ഭയം കാരണം ഇവരുടെ വായിൽ നിന്ന് സത്യം വരുമെന്ന് വിശ്വസിച്ചിട്ടാണ് സച്ചി ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയത്. ഏതായാലും സച്ചി വിശ്വസിച്ചതുപോലെ തന്നെ നാരങ്ങ കണ്ട് ശ്രുതിയും ചന്ദ്രമതിയും ഒക്കെ ഭയപ്പെട്ടിരിക്കുകയാണ്. ശ്രീകാന്തും വർഷയും ആണെങ്കിലും പിന്നീട് ഈ സച്ചിയുടെ തന്ത്രം എല്ലാം അറിയുന്നുണ്ട്. ശ്രുതി കുടുങ്ങാൻ വേണ്ടിയിട്ട് തന്നെ അവർ കാത്തിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് രാത്രി ശ്രുതിക്കും ചന്ദ്രമതിക്കും ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികളാവുകയാണ്. ചന്ദ്രമതി ഇതിന്റെ പേരിൽ ശ്രുതിയെ വഴക്കൊക്കെ പറയുന്നുണ്ട്. കാരണം ശ്രുതി പറഞ്ഞിട്ടാണ് ചന്ദ്രമതി ആ സ്വർണം എടുത്ത് കൊടുത്തത്. അപ്പൊ ആ രീതിയിൽ ശ്രുതിയെ ഒരുപാട് കുറ്റമൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഈ ചന്ദ്ര തന്നെ സച്ചി വെച്ച ആ മന്ത്രവാദി നാരങ്ങയെ പേടിച്ചിട്ട് ചന്ദ്രയും ശ്രുതിയും കൂടിയിട്ട് ഒരു ജ്യോത്സ്യനെ എല്ലാം കണ്ടിട്ട് ആ നാരങ്ങയുടെ ശക്തി നിർവീര്യമാക്കാൻ വേണ്ടി മറ്റൊരു നാരങ്ങ കൊണ്ടുവന്നിട്ട് പൂജാമുറിയിലൊക്കെ വെക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ സച്ചി അറിയുന്നുണ്ടായിരുന്നു. സച്ചി വേറൊരു കെണിയൊരുക്കുകയാണ്. സച്ചി ഇവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ആ നാരങ്ങ ഒരു നൂലിൽ കെട്ടി അത് ശ്രുതിയുടെ മുറിയിലേക്ക് ഇട്ടിട്ട് ശ്രുതിയെ ഭയപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. ഇതോടുകൂടി ചന്ദ്രമതിയും ശ്രുതിയും ആ നാരങ്ങകളെല്ലാം വീട്ടിൽ നിന്ന് എടുത്ത് കളയാനൊക്കെ തീരുമാനിക്കും. അങ്ങനെ അവർ പൂജാമുറിയിൽ നിന്ന് നാരങ്ങകളുമായിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് സച്ചിയും മറ്റു കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് അവരെ കയ്യോടെ പിടികൂടുന്നത്. സ്വർണം മോഷ്ടിച്ച അവരാണെന്ന് തെളിയിക്കാനായിരുന്നു സച്ചി ഈ കെണി ഒരുക്കിയത്. അതിൽ അവർ ചെന്ന് ചാടുകയും ചെയ്യും. അങ്ങനെ എല്ലാവർക്കും സത്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ വീട്ടിലെ ഇത്തരം സാധനങ്ങൾ വെക്കുന്നത് ദോഷമായതുകൊണ്ടാണ് എടുത്തുമാറ്റാൻ ശ്രമിച്ചത് എന്ന് ചന്ദ്രമതി പറഞ്ഞ് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ നാരങ്ങയ്ക്ക് ഒരു മന്ത്രശക്തിയും ഇല്ലെന്നും കള്ളനെ കണ്ടെത്താൻ വേണ്ടി താൻ വെച്ച ഒരു കെണി മാത്രമായിരുന്നു അതെന്നും സച്ചി അവരുടെ മുമ്പിൽ വെച്ച് വെളിപ്പെടുത്തും. ഇത് കേട്ട് എല്ലാവരും ഞെട്ടും. തുടർന്ന് രവിയും സച്ചിയും ചേർന്ന് ശ്രുതിയെ ചോദ്യം ചെയ്യും. പല കള്ളങ്ങൾ പറഞ്ഞ് ശ്രുതി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ രേവതിയുടെ സ്വർണം വിറ്റ് പകരം മുക്കുവണ്ടം വെച്ച് താനാണെന്ന് ശ്രുതി എല്ലാവരുടെയും മുമ്പിൽ ഏറ്റുപറയുന്നുണ്ട്. അതോടൊപ്പം ഈ ആശയം തനിക്ക് പറഞ്ഞു തന്നത് അമ്മ ചന്ദ്രമതിയാണെന്നും കൂടെ ശ്രുതി വെളിപ്പെടുത്തിയതോടെ അവരും ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്ന് തെളിയുകയാണ്. ശ്രുതി ഒരിക്കലും തന്നെ ഒറ്റില്ലെന്ന് വിശ്വസിച്ചിരുന്ന ചന്ദ്രമതിക്ക് ഈ ഒരു വെളിപ്പെടുത്തൽ കൂടുതൽ ഞെട്ടലേകുന്നു. എന്തായാലും ശ്രുതിയും ചേർന്ന് നടത്തിയ ഈ ഒരു തട്ടിപ്പ് പുറത്തായതോടെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത്. കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ആ സ്വർണ്ണം എല്ലാം പണയം വെച്ചത് എന്നുള്ളൊരു കാരണം ശ്രുതി പറയുന്നുണ്ടെങ്കിലും അതൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. സച്ചിക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. സച്ചി രവീന്ദ്രനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ തട്ടിപ്പ് നടത്തിയതിന് നമുക്ക് ഇവർക്ക് എന്ത് ശിക്ഷ കൊടുക്കേണ്ടതെന്ന്. വർഷയൊക്കെ ആണെങ്കിലും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും എനിക്കിപ്പോ സന്തോഷമായി. ഒരു ലെമൺ വെച്ചപ്പോഴേക്കും നിങ്ങൾ അതിൽ കറക്റ്റ് വീണല്ലോ. എന്നാലും ആ പാവൻ രേവതി ചേച്ചിയുടെ സ്വർണ്ണം എല്ലാം കൊണ്ട് വിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഇത് ശരിക്കും ചീറ്റിംഗ് തന്നെയാണെന്ന് പറഞ്ഞ് വർഷ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒക്കെ നേരെ.
വർഷയുടെ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കും രേവതിയൊക്കെ ആണെങ്കിലും വികാരാധീനയാവുന്നുണ്ട്. അമ്മ തന്നെ വഞ്ചിച്ചതിൽ രേവതിക്ക് നല്ല ദുഃഖമുണ്ട്. തന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച സ്വർണം മുഴുവൻ മുക്കുവണ്ടമാണെന്ന് പറഞ്ഞ് അമ്മ തന്നെ കരയിച്ചതെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ രേവതി അവിടെ തുറന്നു പറയുന്നുണ്ട്. സ്വന്തം തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടി ചന്ദ്രമതി നുണകൾ പറഞ്ഞു കൂട്ടുകയാണെന്ന് സച്ചിൻ തുറന്നടിക്കും. സച്ചിയുടെ വാക്കുകൾ രവീന്ദ്രനെയും ചൊടിപ്പിക്കുന്നു. രവീന്ദ്രൻ ശ്രുതിയെ തല്ലാനൊക്കെ തുടങ്ങുന്നുണ്ട്. ചന്ദ്രമതിയും ശ്രുതിയും ചേർന്ന് അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കും. എന്നാൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത രവീന്ദ്രനാണെങ്കിൽ ചന്ദ്രമതിയുടെ കരണക്കുറ്റിക്ക് നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. ശ്രുതിയെയും തല്ലുന്നുണ്ട്. ഏതായാലും ഇതോടുകൂടി വീട്ടിലെ സമാധാനം പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയാണ്. സച്ചിയാണെങ്കിൽ അതിനുശേഷം രവീന്ദ്രനെ ചെന്ന് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയും, അമ്മ ഇവന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്, അതുകൊണ്ട് അമ്മയെ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റില്ല, എല്ലാത്തിന്റെയും പിന്നിലുള്ള ബുദ്ധി ഇവന്റേതായിരിക്കുമെന്ന് പറഞ്ഞ് ശ്രുതിയുടെ നേർക്ക് കൈ ചൂണ്ടുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയോടായിട്ട് തന്നെ പറയും, ഞാൻ പൂ കെട്ടുന്ന കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചതെന്നും നിന്റെ ഭാര്യ വലിയ വീട്ടിൽ നിന്നുള്ളവളാണെന്ന് നീ അഭിമാനത്തോടെ പറഞ്ഞ് എന്നെ കളിയാക്കിയിരുന്നില്ലേ, എന്നിട്ടിപ്പോ എന്തിനാ എന്റെ ഭാര്യയുടെ സ്വർണം തന്നെ എടുത്തത്, നിന്റെ അഭിമാനമൊക്കെ എവിടെ പോയടാ, പറയടാ എന്നും പറഞ്ഞ് ദേഷ്യം സഹിക്കാൻ വയ്യാതെ സച്ചിയാണെങ്കിലും ശ്രുതിയെ പിടിച്ച് തല്ലുന്നുണ്ട്. ഈ സമയത്ത് ശ്രീകാന്താണ് സച്ചിയെ പിടിച്ച് മാറ്റുന്നത്. ശ്രുതിയാണെങ്കിൽ ഇതിനിടയിൽ ഇമോഷണൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഓരോരുത്തരും മാറി മാറി എന്റെ ശ്രുതിയെ മാത്രം എന്തിനാ അടിക്കുന്നതെന്ന്, ഇവൻ ചെയ്ത തെറ്റിന് പിന്നെ ഇവനെ അടിക്കാതെ വേറെന്ത് ചെയ്യണമെന്ന് തിരിച്ചു ചോദിക്കുകയാണ് സച്ചി. അപ്പോ രേവതിയും ശ്രുതിയോട് ചോദിച്ചു പോവാണ്, ഇപ്പോഴും നിനക്ക് നിന്റെ ഭർത്താവ് ചെയ്ത് തെറ്റായിട്ട് തോന്നുന്നില്ലേ എന്ന്. വർഷ ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്, ചേച്ചിക്ക് ഈ വിഷയം നേരത്തെ അറിയാമായിരുന്നുവെന്ന്. ഒരു ദിവസം മുമ്പാണ് എനിക്കിതെല്ലാം അറിയാൻ കഴിഞ്ഞെന്ന് ശ്രുതി മറുപടി കൊടുക്കുമ്പോൾ 3 ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞു പോവുകയാണ് സച്ചിയും. എന്നാൽ സച്ചിയുടെ ഈ വാക്കുകളെല്ലാം ശ്രുതിയെ നന്നായിട്ട് തന്നെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഈ കാര്യങ്ങളെല്ലാം മുമ്പേ അറിയാമായിരുന്നെങ്കിൽ ഞാനിത് ഉറപ്പായിട്ടും തടഞ്ഞേനെ എന്നെല്ലാം ശ്രുതി സ്വയം ന്യായീകരിച്ച് പറയുമ്പോൾ സച്ചി അത് കേട്ട് ചോദിക്കുന്നുണ്ട്, ഇവനെ പ്രസവിച്ച എന്റെ അമ്മ പോലും ഇവന് വേണ്ടി സംസാരിക്കുന്നില്ല, പിന്നെ നീ എന്തിനാടി ഇവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ശ്രുതിയാണെങ്കിൽ എന്തെങ്കിലും പിന്നീട് പറയാൻ ശ്രമിക്കുമ്പോഴേക്കും രവീന്ദ്രൻ അവളെ തടയുന്നുണ്ട്. നീ മിണ്ടിപ്പോകരുതെന്ന് തന്നെ ശ്രുതിയുടെ മുഖത്ത് നോക്കി തന്നെ പറയും. എന്തായാലും പിന്നീട് ഇതിനെ ചൊല്ലി രേവതിയും ശ്രുതിയും തമ്മിൽ വാഗ്വാദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ശ്രുതിയുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഓരോന്ന് പറയും. ബിസിനസ്സിൽ പറ്റിക്കപ്പെട്ടതുകൊണ്ടാണ് എന്റെ ശ്രുതിക്ക് അങ്ങനെ ചെയ്യേണ്ടതെന്നെല്ലാം ശ്രുതിക്ക് പറയേണ്ടി വരികയാണ്. അതേസമയം രേവതി തിരിച്ചു ചോദിക്കുകയാണ് ശ്രുതിയോട്, അന്ന് 500 മാലകൾ നഷ്ടപ്പെട്ടപ്പോ ഞാൻ ആരുടെയെങ്കിലും സാധനം എടുത്തിരുന്നോ? ഞങ്ങൾ നേരായ വഴിയിലല്ലേ അതിനെ നേരിട്ടത്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കായി മറ്റൊരാളുടെ സ്വർണം വിൽക്കുന്നത് ശരിയാണോ ശ്രുതി? ഇതെല്ലാം കേട്ടിട്ടും ശ്രുതി പുച്ഛത്തോടെ സംസാരിക്കുകയാണ് രേവതിയോട്. നിനക്ക് സ്വർണ്ണമാണ് വലുതെങ്കിൽ, അതാണ് പ്രശ്നമെങ്കിൽ ഞാൻ നിനക്ക് തിരികെ തരാം എന്ന് പറയുമ്പോൾ സ്വർണം തിരികെ തന്നാൽ എല്ലാം ശരിയാവുമെന്ന് ചോദിക്കുകയാണ് തിരിച്ച് രേവതിയും. ഇതെല്ലാം കേട്ടുകൊണ്ട് വരുന്ന ചന്ദ്രമതി ആണെങ്കിലും ഈ തർക്കത്തിനിടയിൽ കയറി രേവതിയെ പരിഹസിക്കാൻ ശ്രമിക്കുകയാണ്. ഓ, നിന്റെ സംസാരം കേട്ടാ തോന്നും അതെല്ലാം നീ കൊണ്ടുവന്നതാണെന്ന്, ഇവിടുന്ന് കൊണ്ടുവന്ന കാശിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണമല്ലേടി അതെല്ലാം. എന്നാൽ എല്ലാം ചെയ്തു വെച്ചിട്ട് രേവതി എങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ രവീന്ദ്രൻ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. രവീന്ദ്രൻ ഒടുവിൽ പറഞ്ഞു പോവുകയാണ് ചന്ദ്രയോട്, എന്നാലും നീ ഒരു പെണ്ണാണോടി, നീ എന്നെങ്കിലും ശ്രുതിക്ക് നല്ലൊരു അമ്മയായിട്ട് നിന്നിട്ടുണ്ടോ? നീ അവനെ പഠിപ്പിച്ചത് മോഷണവും കള്ളത്തരവാ. അവന്റെ കയ്യിൽ നിന്ന് പണം പോയതിന് നീ എന്തിനാടി രേവതിയുടെ സ്വർണം വിറ്റത്? അതും രേവതിയുടെ അമ്മയുടെയും എന്റെ അമ്മയുടെയും പേരിൽ കുറ്റം ചുമത്തിക്കൊണ്ട്. നിന്നെ പോലൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ പോലും എനിക്ക് ഭയമാണിപ്പോ. നിന്റെ മകന് വേണ്ടി നീ എന്തും ചെയ്യുമെന്നോർത്ത് ഞാൻ ഭയപ്പെടുന്നു. ഏതായാലും രവീന്ദ്രന്റെ മറ്റൊരു മുഖമാണ് ചന്ദ്രമതി ആ നിമിഷത്തിൽ കാണുന്നത്. ചന്ദ്രമതിക്ക് വല്ലാത്ത സങ്കടാവുകയാണ്. കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അതിന് മാത്രം ഞാൻ എന്താ ചെയ്തതെന്ന്. അപ്പൊ രവി പറയും, നീ ചെയ്തത് തെറ്റ് തന്നെയാ, ഇനി ഒരിക്കലും ഞാൻ നിന്നോട് സംസാരിക്കില്ല, നിന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ വാങ്ങി കുടിക്കില്ല എന്നും പറയുകയാണ് രവീന്ദ്രൻ. തുടർന്ന് ചന്ദ്രമതി സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും രവീന്ദ്രൻ ചന്ദ്രമതിയെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്നും പോവാണ്. എന്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടുപോയതെന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. എല്ലാം കൊണ്ടും തകർന്നു പോവുകയാണ് ചന്ദ്ര. താൻ തന്റെ മകന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്നും അതാരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കരഞ്ഞ് മുറിയിലേക്ക് പോവുകയാണ്. ചന്ദ്രമതി അങ്ങനെ റൂമിന്റെ വാതിലെല്ലാം അടച്ച് അകത്ത് കയറിയതോടെ വീട്ടിലുള്ള എല്ലാവരും പരിഭ്രാന്തരാവുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ടെൻഷൻ ആവുന്നുണ്ട്. ചന്ദ്രമതിയെ ഇത്ര കാലം സ്നേഹത്തോടെ കണ്ടിരുന്ന രവി ആണെങ്കിൽ ദേഷ്യത്തിൽ സംസാരിച്ചതൊന്നും ആർക്കും വിശ്വസിക്കാനായിട്ടില്ല. രവിയുടെ ദേഷ്യം കണ്ട എല്ലാവരും ഒരുപോലെ പേടിച്ചു പോയെന്ന് വേണം പറയാൻ. ഏതായാലും ചന്ദ്രമതി വാതിലടച്ചതോടെ ശ്രുതിയും ശ്രീകാന്തും ചേർന്ന് അവരെ പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. അമ്മേ, അച്ഛൻ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, വാതിൽ തുറക്കൂ, നമുക്ക് സംസാരിച്ച്
ശരിയാക്കാം എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി വാതിൽ തുറക്കുന്നില്ല. അതിനുശേഷം ശ്രീകാന്ത് ശ്രുതിയോടും ചൂടാവുകയാണ്. ഇങ്ങനെയെല്ലാം സംഭവിച്ചതിന് കാരണം നിങ്ങളാണെന്ന് പറഞ്ഞിട്ട്. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞ ശ്രീകാന്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ശ്രുതിക്കും ആകെ വിഷമമാവുന്നുണ്ട്. അമ്മേ, ഞാൻ കാരണമാണല്ലോ എല്ലാവരും അമ്മയെ ചീത്ത വിളിക്കുന്നത്, അതുകൊണ്ട് ദയവായിട്ട് വാതിൽ തുറക്കാൻ പറഞ്ഞ ശ്രുതിയാണെങ്കിലും കഥകിലും മുട്ടും. പക്ഷെ എന്നിട്ടും ചന്ദ്രമതി വാതിൽ തുറക്കില്ല. അങ്ങനെ ശ്രീകാന്ത് നേരെ രവീന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട് അമ്മ വാതിൽ തുറക്കുന്നില്ലെന്നും അതുകൊണ്ട് അച്ഛൻ ചെന്ന അമ്മയോട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടണമെന്നും ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്നാൽ രവീന്ദ്രൻ നല്ല കട്ടക്കലിപ്പിലാണല്ലോ നിൽക്കുന്നത്. ശ്രീകാന്ത് പറയുന്നൊന്നും അനുസരിക്കാതെ ദേഷ്യത്തിൽ തന്നെ അങ്ങനെ നിൽക്കും. ശ്രുതിയാണെങ്കിലും വന്നിട്ട് രവീന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛൻ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ എന്തായാലും വാതിൽ തുറക്കും, അതുകൊണ്ടൊന്ന് ചെല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ രവീന്ദ്രൻ ശ്രുതിയെയും പിടിച്ച് തള്ളി മാറ്റും. എന്നിട്ട് മുഖം തിരിച്ചു നിൽക്കും. രേവതിയും സച്ചിയും ആണെങ്കിലും ചന്ദ്രമതി വാതിൽ തുറക്കാത്തതിൽ ഒരുപോലെ ആശങ്കാകുലരാണ്. വാതിൽ തുറക്കാൻ ആവശ്യപ്പെടാൻ രേവതി സച്ചിയോട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും കൂടി പോയാലും അവർ വാതിൽ തുറക്കില്ല. കാരണം അവർക്ക് നമ്മളോട് അത്രയ്ക്കും ദേഷ്യമുണ്ട്. നമ്മൾ പോയി വിളിച്ചു കഴിഞ്ഞാൽ അവർ വാതിൽ തുറക്കാതിരിക്കുകയേ ചെയ്യുള്ളൂ, അല്ലാതെ ഒരിക്കലും തുറക്കില്ല. ശ്രീകാന്ത് വിഷമിച്ചിരിക്കുന്നത് കാണുന്ന വർഷയാകട്ടെ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇത്രയും ടെൻഷൻ ആകുന്നത്? ആന്റി ദേഷ്യത്തിൽ പോയിരിക്കുകയല്ലേ, വിശക്കുമ്പോ പുറത്തേക്ക് വരും. എന്നാൽ വർഷയുടെ ആ വാക്കുകള് ശ്രീകാന്തിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. വർഷയോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. പിന്നീട് ശ്രീകാന്ത് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലും. സച്ചിയേട്ടൻ അച്ഛനോട് അമ്മയെ വിളിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അച്ഛൻ എന്തായാലും അനുസരിക്കും, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ഉപദേശിക്കുകയാണ്. ഏതായാലും ശ്രീകാന്തിന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കുന്ന സച്ചി അച്ഛനോട് രവീന്ദ്രനോട് ചെന്ന് പറയുന്നുണ്ട്. എന്നാൽ രവീന്ദ്രൻ ചോദിക്കും, ഞാൻ എന്തിനാടാ അവളെ വിളിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പറയാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നീ ചെന്ന് വിളിച്ചോ. അപ്പൊ ശ്രീകാന്ത് പറയും, അച്ഛാ ദേഷ്യം ഒന്ന് ഒതുക്ക്, അച്ഛൻ എപ്പോഴും പറയാറില്ലേ സമാധാനത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണണമെന്ന്, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെയും ചോദിക്കുമ്പോ അങ്ങനെ നോക്കി കണ്ടിട്ടാണ് അവളിപ്പോ തലയിൽ കയറി നിന്ന് ആടാൻ തുടങ്ങിയത്. ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നതിന്റെ കാരണം എന്താണെന്നറിയൂ? കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്നും എല്ലാവരും ഒത്തൊരുമയോടെ പോകണമെന്നും ഞാൻ വിചാരിച്ചു. അവള് ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ സഹിച്ചു. എന്നിട്ടും അവൾ എന്ത് പണിയാ ഇപ്പൊ ചെയ്തത്? ഈ കുടുംബത്തിലെ ഉത്തരവാദിത്തമുള്ള ഒരാളാണ് അവള്. അവൾ ഉത്തരവാദിത്തോടെ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ടോ? ഒരു ദിവസം അവള് മാറുമെന്ന് ഞാനും വിശ്വസിച്ചു. പക്ഷെ അവൾ ഒരിക്കലും മാറില്ലെന്ന് എനിക്കിപ്പം മനസ്സിലായി. മുമ്പ് ഞാൻ അറിയാതെ വീടിന്റെ ആധാരം അവള് പണയം വെച്ചു. ഇപ്പൊ രേവതിയുടെ സ്വർണം വിറ്റു. ഇതൊന്നും എനിക്ക് പുറത്തു കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെയായിരുന്നില്ലേ അവളുടെ നടപ്പ്? ഇതൊന്നും പോരാഞ്ഞിട്ട് ആ പാവൻ രേവതിയുടെ അമ്മയുടെയും എന്റെ അമ്മയുടെയും മേൽ പഴി ചാരാൻ ശ്രമിച്ചു. രവീന്ദ്രൻ ഇതെല്ലാം പറഞ്ഞങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ രേവതി പറയുന്നുണ്ട്, അതൊക്കെ മനസ്സിലായി അച്ഛ, പക്ഷെ അമ്മയെ നമുക്കറിയാമല്ലോ. ശ്രുതിക്ക് വേണ്ടി അമ്മ എന്തും ചെയ്യും. എനിക്ക് തോന്നുന്നത് ഈ സ്വർണം വിൽക്കാനുള്ള ആശയം പറഞ്ഞു കൊടുത്തത് തന്നെ ശ്രുതിയായിരിക്കും. എന്നാൽ സച്ചി രേവതിയോടൊപ്പം പറയും, ശ്രുതി പറഞ്ഞെന്ന് വെച്ചാൽ അത് ചെയ്യാൻ അവർക്ക് എന്താ തലയിൽ കളിമണ്ണാണോ? രേവതി പിന്നെയും രവീന്ദ്രനോട് പറഞ്ഞു നോക്കുന്നുണ്ട്, അച്ഛന്റെ ദേഷ്യം ന്യായമാണ്, പക്ഷേ ഈ ഒരു സമയത്ത് എന്തിനാ അച്ഛാ ദേഷ്യം? എന്നാൽ രവീന്ദ്രൻ ചോദിക്കും, ഈ സമയത്ത് ഞാൻ ദേഷ്യം കാണിച്ചില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ഞാൻ വെറും ശവമായി നിൽക്കുന്നത് പോലെ രേവതി. അവൾ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിച്ച് വിട്ട് എന്നെ വേണം ഇതിനെല്ലാത്തിനും പറയാൻ. എന്തായാലും ഈ ഒരു കാര്യത്തില് ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കില്ലെന്ന് തന്നെ കട്ടായമായിട്ട് പറയുകയാണ് കേട്ടോ രവീന്ദ്രൻ. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ അടിപൊളി വിശേഷങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.